ഇന്നലകളുടെ നഷ്ടങ്ങളിൽ പരിതാപിച്ചും നാളെയുടെ പ്രതീക്ഷകളിൽ ഉത്കണ്ഠാകുലരായും ഇന്നിന്റെ മാധുര്യം നുകരുവാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത്. മനസ്സിൽ നന്മയുള്ളവർക്ക് കാണുന്നതിലെല്ലാം നന്മ ദർശിക്കാൻ കഴിയും. നന്മകളൊന്നും കാണാതെ തെറ്റുകൾ മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്തുന്ന വിമർശകരാകരുത് നമ്മൾ. തെറ്റുകാരാകാൻ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. സത്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി, നമ്മൾ തെറ്റുകാരാകും. വേദനിപ്പിക്കുന്ന പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകും. അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തുറ്റവരും പ്രാപ്തരുമാക്കും. നമ്മൾ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നമ്മുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം നൽകും. ജീവിതത്തിൽ നമ്മൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആര് വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല, നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അതിജീവിക്കാൻ കഴിയില്ല. എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ഒരിക്കലും ആ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു സങ്കടം അത് നമ്മൾക്ക് മാത്രമാണ്. വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത അത് വെറും ഒരു കഥ മാത്രമാണ് അവർക്ക്. ചില സ്വപ്നങ്ങളുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റ ഓട്ടമാണ്. എന്നാൽ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മളിലേക്ക് ഓടിയെടുക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നവർ. പറന്നുയരാൻ തളരാത്ത ചിറകുകളോ അറ്റമില്ലാത്ത ആകാശമോ അല്ല നമുക്ക് ആവശ്യം. മതിയാവോളം പറന്നാളൂ എന്ന പ്രതീക്ഷയുടെ വാക്കുകളാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നിൽക്കുക. എന്തെങ്കിലും നേടിയെടുക്കാൻ സഹായിക്കുക. അങ്ങനെ അവരുടെ സന്തോഷം നിറഞ്ഞ കണ്ണീരിന് പിന്നിലും നമ്മളൊക്കെ കാരണക്കാരാകുക. എന്നതിലുപരി എന്ത് നന്മയാണ് നമുക്ക് അവർക്കായി ചെയ്യാനുള്ളത്? എല്ലാം ഉള്ളവരുടെ കൂടെ നിന്ന് സന്തോഷിക്കുമ്പോഴല്ല, ഒന്നുമില്ലാത്തവരുടെ കൈപിടിച്ചുയർത്തി അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരർത്ഥമുണ്ടാകുന്നത്. മനുഷ്യന്റെ വിഷമത്തിനുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ ഒന്നവന്റെ കൈവശമില്ലാത്തതിനെ തേടി നടക്കുന്നു എന്നതാണ്. മറ്റൊന്ന് തന്റെ കൈവശമുള്ളതിനെ കാണാനോ അതിന്റെ മൂല്യം മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്നതാണ്. ആഗ്രഹിക്കും പോലെ നടക്കില്ല എന്നറിയുമ്പോഴാണ് പലരും നടക്കാൻ പഠിക്കുന്നത്. നമ്മളങ്ങനെ ഒരുമിച്ചധികം ഒരുപാട് മിണ്ടാത്തവരും ഒരുപാട് കാലം മിണ്ടാതിരിക്കാത്തവരുമാവുക. അങ്ങനെയാവുമ്പോൾ ഇടയ്ക്ക് വന്ന് പരിചയം പുതുക്കുന്ന ഭംഗിയുള്ള മനുഷ്യരായി തന്നെ നമ്മൾ നിലനിന്നോളും. നമ്മളിലെ ഇരുട്ടിനെ മായ്ക്കാൻ നമ്മളോളം മറ്റാർക്കും കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് പുതുവഴികൾ വെളിച്ചം നിറയുക. നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിതം പോവില്ലെന്ന് വിഷമിക്കുമ്പോൾ ഒന്നോർത്താൽ മതി, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു പലരും സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ്. ചിലരുടെ ജീവിതം ചേർത്തുവയ്ക്കാൻ ആഗ്രഹിച്ചിട്ടും ഓർത്തുവയ്ക്കാൻ മാത്രം സാധിച്ച ചിലതില്ലേ ജീവിതത്തിൽ. ഗസ്റ്റ് റോൾ ചെയ്യാൻ വരുന്നവരാണ് പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കഥ തിരുത്തി എഴുതാറുള്ളത്. ഇഷ്ടപ്പെട്ടത് കിട്ടണമെങ്കിൽ കഷ്ടപ്പെടണം, കഷ്ടപ്പെടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരിലുള്ള പ്രതീക്ഷകൾ പരിഹസിക്കപ്പെടുമ്പോഴാണ് പലരും ഏകാന്തതയിലേക്ക് ഓടിയൊളിക്കുന്നത്. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാളെ ശല്യം ചെയ്യാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾ. കടലോളം നമ്മെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞിട്ടും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ചിലരെ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം. ഭംഗിയും മനോഹാരിതയും അപ്രസ്തങ്ങളാക്കുന്ന ചില ഇടങ്ങളുണ്ട്. അവിടെ കഴിവും കാര്യപ്രാപ്തിയും പരിശ്രമവും അനുബന്ധ ഘടകങ്ങളുമാകും പ്രധാനം. ആകർഷകമായതിനെ മാത്രമല്ല, അനുയോജ്യമായതിനെ കൂടി വേണം എപ്പോഴും തിരഞ്ഞെടുക്കുവാൻ. ബുദ്ധിയില്ലാത്ത സ്ത്രീ തന്റെ ഭർത്താവിനെ അടിമയാക്കി നിർത്തും.
എന്നിട്ടവൾ അടിമയുടെ ഭാര്യയായി ജീവിക്കും. എന്നാൽ ബുദ്ധിയുള്ള സ്ത്രീ തന്റെ ഭർത്താവിനെ രാജാവിനെ പോലെ പരിഗണിക്കും. എന്നിട്ടവൾ രാജ്ഞിയെ പോലെ ജീവിക്കും. നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ ഒരു നല്ല സ്നേഹമുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഒരിക്കലെങ്കിലും സ്വന്തം മനസ്സിനുള്ളിലേക്ക് ഊളിയിട്ടൊന്നു പോകണം. ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ ഇഴക്കീറി വിലയിരുത്തണം. മുന്നോട്ടുള്ള പാത സുഗമമാക്കാൻ പോന്ന എന്തെങ്കിലും ഒന്ന് അവിടെ നിന്നും കിട്ടാതിരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ രണ്ടു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക, മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. ഉള്ളിൽ ഒരു തരി സ്നേഹമില്ലാതിരുന്നിട്ടും ജീവനാണ് നീയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവർ ഒരു ഭാഗത്ത്, ജീവനായിരുന്നിട്ടും അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ പോലുള്ളവർ മറ്റൊരു ഭാഗത്ത്. ഈ ലോകം വല്ലാത്തൊരു അത്ഭുതം തന്നെ. നമ്മുടെ സാന്നിധ്യത്തിൽ സന്തോഷിക്കാത്ത ഒരാൾ നമ്മുടെ ഇല്ലായ്മയിൽ വേദനിക്കണമെന്നില്ല. സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു അച്ഛനുള്ളിടത്താണ് ഓരോ പെൺകുട്ടിക്കും ചിറക് വിരിയുന്നത്. ചേർന്നു നിൽക്കാനും ചേർത്തു വയ്ക്കാനും ഒരുപാട് പേരുണ്ടായാലും ചില വഴികൾ നാം തനിച്ചു പോവേണ്ടയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലരുണ്ട്, ഒരാൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ഹോമിക്കുന്നവർ. നിങ്ങൾ അയാളെ ഓർത്ത് കരയുമ്പോൾ അയാൾ മറ്റൊരാളുടെ കൂടെ ആനന്ദിക്കുകയാണെന്ന് ഓർമ്മ വേണം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഒരുപാട് തന്ന് മനസ്സ് നിറയ്ക്കുന്നവർ തന്നെയാണ് പലപ്പോഴും പലർക്കും സങ്കടങ്ങൾ വാരിക്കോരി തരുന്നതും. നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയ ചില മനുഷ്യരില്ലേ, ഒന്നുമല്ലാത്ത കാലത്ത് നിങ്ങളെ ചേർത്ത് പിടിച്ച ചില മനുഷ്യർ, അവരെ ഒരിക്കലും കൈവിടരുത്. വന്ന വഴി മറന്നവരൊക്കെ പാതി വഴിയിൽ വീണു പോയിട്ടുണ്ട്. ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കുവാനായി ദൈവം നിരന്തരം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ആ ദൈവത്തെക്കാൾ വലിയൊരു സാഡിസ്റ്റ് ഇല്ല.